ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LCM ആൻഡ് HCF ആണ്. LCM ആൻഡ് HCF. ഓക്കെ. അപ്പോൾ എന്താണ് LCM? LCM എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അതായത് നമുക്കിപ്പോൾ 2-3 നമ്പേഴ്സ് തന്നേക്കാന്ന് വിചാരിക്കുക. ആ 3 നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾസ് എടുക്കുന്നു. അവരുടെ മൾട്ടിപ്പിൾസ് എടുക്കുന്നു. ആ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ അതിനെയാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. ഓക്കെ. സപ്പോസ് ഞാനിപ്പോൾ 2, 4 രണ്ട് നമ്പേഴ്സ് ഞാൻ എടുത്തു. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് 2ന്റെ ടേബിൾ എഴുതാം. 2 ones are 2, 2 twos are 4, 2 threes are 6. ഓക്കെ. ഇനി 4ന്റെ ടേബിൾ എഴുതുകയാണേ. 4 ones are 4, 4 twos are 8, 4 threes are 12. ഇത്രയും എഴുതി. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇത് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഈ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ 2. ഓക്കെ. ഇവിടെ 2 ഉണ്ടോ? ഇല്ല. ഇനി ഇവിടെ 4 ഉണ്ട്. ഇവിടെ 4 ഉണ്ടോ? ഉണ്ട്. യെസ്, 4 ഉണ്ട്. ഇനി ഇവിടെ 6 ഉണ്ട്. ഇവിടെ 6 ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ ഇത് രണ്ടും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ രണ്ടിലും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ടല്ലേ? ഇതിലെ രണ്ടിലെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് 4 ഉണ്ട്. അതുകൂടാതെ 4ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് ലീസ്റ്റ് മൾട്ടിപ്പിൾ ആണ്. ഈ 2ന്റെ മൾട്ടിപ്പിൾസും 4ന്റെ മൾട്ടിപ്പിൾസും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് 4 ആണെന്ന് പറയാം. ഓക്കെ. സോ അതാണ് ഒരു ഓപ്ഷൻ, ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് HCF. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈയസ്റ്റ് ആണ്. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ. ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്നും പറയാം. അപ്പൊ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതെന്തായിരുന്നു? ഇത് L ആണ്, ലീസ്റ്റ് ആണ്, ഏറ്റവും ചെറുതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ എന്താണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്? ഹൈയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആണ് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾസ് ആണ് നോക്കിയത്. ഇവിടെ നമ്മൾ എന്താണ് നോക്കിയത്? മൾട്ടിപ്പിൾസ് ആണ് നോക്കിയത്. പക്ഷെ HCFൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഫാക്ടർ, കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾസ് അല്ല, ഫാക്ടേഴ്സ് ആണ് ചെക്ക് ചെയ്യാൻ. പക്ഷെ ആ ഫാക്ടേഴ്സിൽ ഏതെടുക്കണം? ഹൈയസ്റ്റ് ആയിട്ടുള്ളത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. 1 സെക്കൻഡ്. ഓക്കെ. 2. 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2ന്റെ ഫാക്ടേഴ്സ് 2 ഒരു പ്രൈം നമ്പർ ആണല്ലേ? 1ഉം 2ഉം 2ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ? ഇനി 4. 4ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, പിന്നെ 2 എഴുതാം, 4ഉം എഴുതാം. അപ്പം ഇതാണ് ഫാക്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ രണ്ടെണ്ണത്തിലും നമുക്ക് വേണ്ടത് ഏതാണ്? ഹൈയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആണ് വേണ്ടത്. ഹൈയസ്റ്റ് ആയിരിക്കണം, പക്ഷെ കോമണും ആയിരിക്കണം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണുള്ളത്? 2 അല്ലേ? ഓക്കെ. രണ്ടിലും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന്റെയും 4ന്റെയും HCF എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. അപ്പൊ വ്യത്യാസം കണ്ടോ? LCM എന്ന് പറയുന്നത് കോമൺ മൾട്ടിപ്പിൾ ആണ്, HCF എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട ക്വിക്ക് വേസ് ടു റിമെമ്പർ നോക്കിയോ. എന്താണ് HCF എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഡിവിഷൻ ആണ് ചിന്തിക്കേണ്ടത്. ഓക്കെ. നമ്മൾ ഫാക്ടേഴ്സിനെയാണ് പിക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിവിഷൻ ചിന്തിക്കണം. തിങ്ക് ഓഫ് ഡിവിഷൻ. ബ്രേക്കിംഗ് ഡൗൺ നമ്പേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. കാരണം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോഴേ എന്താണ്? നമ്മൾ HCFൽ F എന്ന് പറയുന്നത് ഫാക്ടർ ആണ്. ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സേ എന്താണ്? നമ്മൾ ഒരു ബിഗ് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? HCF എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് ഡൗണിനെ പറ്റിയാണ് ചിന്തിക്കാൻ, ഫാക്ടറൈസേഷനെ പറ്റി വേണം നമ്മൾ ചിന്തിക്കാൻ.
ഇനി LCM എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾസ് ആണ്. മൾട്ടിപ്പിൾ മീൻസ് വാട്ട്? ബിൽഡിംഗ് അപ്പ് നമ്പേഴ്സ് അല്ലേ? മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ലിസ്റ്റ് ആണ്. ഇത് കണ്ടില്ലേ? നമുക്ക് മൾട്ടിപ്പിൾസ് എത്ര വേണോ നമുക്ക് എഴുതാം. അപ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്? ഒരു നമ്പറിനെ ബിൽഡിംഗ് അപ്പ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് LCFന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? LCM ഓഫ് 12ഉം 18 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. LCM ഓഫ് 12 ആൻഡ് 18 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? LCM എന്ന് പറയുന്നത് നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ 12ഉം 18ഉം ചെയ്യുന്നു. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഫാക്ടറൈസേഷൻ എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സിന് ഓക്കെ 1ഉം itself. സോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് the same number itself and 1. അങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ കോമ്പോസിറ്റ് നമ്പർ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് കാണും അല്ലേ? ഇപ്പൊ പ്രൈം നമ്പർ നമുക്ക് എക്സാമ്പിൾ 2 പറയാം, 5 പറയാം, 11 പറയാം, 13 പറയാം. അപ്പോൾ ഇവരുടെ നമ്മൾ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. വേറൊരു നമ്പറും ഫാക്ടർ ലിസ്റ്റിൽ ഇല്ല. 5 ആണെങ്കിലോ 1ഉം 5ഉം. സോ 1ഉം the number itself. അതാണ് പ്രൈം ഫാക്ടേഴ്സിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണെങ്കിലോ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? എക്സാമ്പിൾ നമുക്കിപ്പോൾ 4, 8 ഇപ്പൊ ഇവരെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 4നാണെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഉണ്ട് അല്ലേ? അതുപോലെ 8ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. സോ അങ്ങനെയാണ് പോകുന്നത്. അതാണ് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് എന്തെടുക്കാം? 2 എടുക്കാം. ഓക്കെ, നമ്മൾ 2 എടുക്കുന്നു, പിക്ക് ചെയ്യുന്നു. സോ 2 into 6 എന്ന് പറയുന്നത് 12 ആണ്. 2 into 9 എന്ന് പറയുന്നത് 18 ആണ്. വീണ്ടും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 6ഉം 9ഉം ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ നമുക്ക് 3 എടുക്കാം. 3 ഒരു പ്രൈം നമ്പർ ആണല്ലോ അല്ലേ? 3 ഒരു പ്രൈം നമ്പർ ആണ്. 3 നമ്മൾ ചൂസ് ചെയ്യുന്നു. 3 2s are 6. അതുപോലെ 3 3s are 9. ഓക്കെ, ഇനി ഫാക്ടറൈസേഷൻ പോസിബിൾ ആണോ? അല്ല. കാര്യം 2ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഫർദർ ഇനി ഫാക്ടറൈസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ഇവിടെ എഴുതാം. ഏതൊക്കെയാണ് 12ന്റെയും 18ന്റെയും ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയേ? 2 3 2 3. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷന്റെ ഫാക്ടർ ലിസ്റ്റ്. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 ആരാണ്? 6. 6 into 6 അപ്പൊ എത്രയാണ്? 36 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാലോ? HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? 45 75. ഓക്കെ, നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 3 ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 1s are 3, ബാലൻസ് 1. സോ ഇത് 15 ആയല്ലേ? സോ 3 5s are 15. നെക്സ്റ്റ് വൺ 3 2s are 6. ഇപ്പോൾ 6 എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. 3 2s are 6, ബാലൻസ് 1. അഗെയിൻ അവിടെ എന്താണ്? 15 ആണ് അല്ലേ? സോ 3 5s are 15. നെക്സ്റ്റ് വൺ വീണ്ടും നമുക്ക് 3 എടുക്കാം. 3 എടുത്താൽ പറ്റില്ല. എന്ത് പറ്റും? 25ല് 3 പോസിബിൾ അല്ല. നമുക്ക് 5 പിക്ക് ചെയ്യാം. 5 പ്രൈം നമ്പർ ആണല്ലോ. സോ 5 3s are 15. 5 into 5 25. സിമ്പിൾ അല്ലേ? 5 into 5 25. ഓക്കെ, ഇനി നമുക്ക് എഴുതി നോക്കാം. പക്ഷെ എഴുതുന്നതിന് മുന്നേ ശ്രദ്ധിച്ചോളൂ, എന്താണ് സംഭവം? നമുക്ക് മൾട്ടിപ്പിൾ അല്ല അല്ലേ? ഫാക്ടർ ആണ് വേണ്ട. കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ് നമുക്ക് ആവശ്യം. അപ്പോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നു. അപ്പൊ 3യെ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ടായിരുന്നു? 5ഉം ഉണ്ടായിരുന്നു. രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് 5 ഉണ്ടായിരുന്നു. 5നെയും പിക്ക് ചെയ്യാം. ഇനി ഈ 3ലും 5ലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു ഫാക്ടേഴ്സും കോമൺ ആയിട്ട് ഇല്ല. സോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആരെ മാത്രം ചൂസ് ചെയ്താൽ മതി? 3യെയും 5നെയും ചൂസ് ചെയ്താൽ മതി. കാരണം അവരാണ് രണ്ടുപേരിലും കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. സോ HCF നമുക്ക് എങ്ങനെ എഴുതാം? HCF എന്ന് പറയുന്നത് 3യും 5ഉം മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 5 into 3 15. 15 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 180. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 180 ആണ്. ആൻഡ് their HCF is 6.
അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും HCFും നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. നമുക്ക് LCM വേണം എന്ത് ചെയ്യാൻ, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, LCM കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഫോർമുലയാണ്, ഇത് നോട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്, പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. സോ അത് നമുക്ക് LCM ഇൻറ്റു HCF. അപ്പോൾ എന്തായിരിക്കും, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM ആൻഡ് HCFിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ, ഓർത്ത് വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 180. സോ 180 ഈസ് ഈക്വൽ ടു LCM എത്രയാണ് അറിയില്ല, അപ്പോൾ നമ്മൾ LCM അതുപോലെ എഴുതി, ഇൻറ്റു HCF തന്നിട്ടുണ്ട് 6 ആണ്. ഓക്കെ, HCF 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോസിഷൻ ചെയ്യാൻ അല്ലേ. 6നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 6 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആണ്. സോ LCM എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 180 ഡിവൈഡഡ് ബൈ 6 ആണ് സംഭവിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, 30 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 98 ആൻഡ് 112. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 98നെയും 112നെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റസ്റ്റ് നമ്പറിനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ബിഗ്ഗസ്റ്റ് നമ്പറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ലീവിങ് ദ സെയിം റിമൈൻഡർ ഇൻ ഈച്ച് കേസ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം, ആ നമ്പർ എന്തായിരിക്കണം, ഗ്രേറ്റസ്റ്റ് നമ്പറും ആയിരിക്കണം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, എന്താണ്, ഇവരെ രണ്ടുപേരെയും ആ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, സപ്പോസ് നമ്മുടെ നമ്പർ എക്സ് ആണെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പൊ 98നെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും 112നെ ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ രണ്ട് കേസിലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ, റിമൈൻഡർ സെയിം ആയിരിക്കണം. പിന്നെ രണ്ടുപേരും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് നമ്പറും ആയിരിക്കണം. ഓക്കെ, റിമൈൻഡർ രണ്ടുപേരെ ഡിവിഷൻ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കണം, ഇതാണ് കണ്ടീഷൻ. അപ്പം ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 112ഉം 98ഉം അല്ലേ. സോ നമുക്ക് 112 ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, 112 മൈനസ് 98 ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 112 മൈനസ് 98 എത്ര കിട്ടും, 14 ആണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്പർ 112നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്, 112നെ നമുക്ക് 14 അല്ലേ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്, 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 112 ഡിവൈഡ് ബൈ 14 ചെയ്ത് നോക്കണം. 112 ഡിവൈഡ് ബൈ 14 എത്രയാണ്, 8 അല്ലേ, 8 വരും. ഓക്കെ, അടുത്തത് എന്താണ്, സെയിം 98നെ എന്ത് ഡിവൈഡ് ചെയ്യുക, 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 98നെ നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിവിഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി, 8ഉം കിട്ടി 7ഉം കിട്ടി. 14 കൊണ്ട് രണ്ടുപേരും ഡിവിസിബിൾ ആണ്, പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ രണ്ട് കേസിലെയും റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഡിവിഷൻ ചെയ്തപ്പോഴും റിമൈൻഡർ എന്താണ് കിട്ടുക, 0, കാരണം കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയല്ലോ. ഇവിടെ എഴുതാം, 112നെ നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 14 ഇൻറ്റു 8 എന്ന് പറയുന്നത് 112 ആണ്, റിമൈൻഡർ എനിക്ക് 0 കിട്ടി, 6 അല്ലേ, 0 ആണ്. സെയിം നമ്മൾ 98നെയും 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 14 ഇൻറ്റു 7 98 ആണ്, റിമൈൻഡർ എന്ത് കിട്ടി, 0 കിട്ടി. അപ്പൊ നമ്മൾ പിക്ക് ചെയ്ത 14 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഡിവിഷൻ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടിലും റിമൈൻഡർ 0 ആണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്, റിമൈൻഡർ സെയിം ആയിരിക്കണം. സോ രണ്ട് കണ്ടീഷനിലും റിമൈൻഡർ സെയിം അല്ലേ, 0 അല്ലേ കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം, 14 ആണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 112 ആൻഡ് 98. ആൻഡ് ഓൾസോ എന്താണ്, റിമൈൻഡർ എന്തായിട്ട് കിട്ടി, 0, രണ്ടിലും 0 കിട്ടി, സെയിം റിമൈൻഡർ കിട്ടി. സോ 14 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ, 3 bells ring at intervals of 12 minutes, 15 minutes and 20 minutes. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 3 ബെൽസ് ഉണ്ട്. 3 ബെൽസും റിങ് ചെയ്യുന്ന ഇന്റർവെൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അവർ റിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, 12 മിനിറ്റ് ആകുമ്പോൾ ഒരെണ്ണം റിങ് ചെയ്യും, പിന്നെ 15 മിനിറ്റ്സിലായിരിക്കും അടുത്തത് റിങ് ചെയ്യുന്നത്, 20 മിനിറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്തത് റിങ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ ഇന്റർവെൽസ് പോയിരിക്കുന്നത്. ഇഫ് ദി റിങ് ടുഗദർ അറ്റ് 8 AM, അപ്പൊ 3 പേരും കൂടി 8 AM ആയപ്പോഴത്തേക്കും 3 പേരും എന്ത് ചെയ്തു, ഒരുമിച്ച് എന്ത് ചെയ്തു, റിങ് ചെയ്തു. 3 പേരും കൂടെ സെയിം ആയിട്ട് റിങ് ചെയ്തത് 8 AM-നാണ്. അറ്റ് വാട്ട് ടൈം വിൽ ദേ റിങ് ടുഗദർ അഗെയിൻ,
നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് ഒരുമിച്ച് റിങ് ചെയ്യുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ് ഇനി ഈ 3 റിങ്സും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്? റിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇപ്പം LCM ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാറ്റഗറി മനസ്സിലാക്കുക. അപ്പം ഇതിൽ ഇന്റർവെൽസ് അല്ലേ, ഇന്റർവെൽസ് എന്നുള്ള ഒരു വാക്ക് അറിയാൻ പറ്റി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? സിങ്കിങ് ടൈം ആണ്. സിങ്കിങ് ടൈം, അതായത് ഈ 3 ബെല്ലും കൂടെ സിങ്ക് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഒരുമിച്ച് സിങ്ക് ചെയ്യുന്നത് എപ്പോഴെന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഈ വേർഡ്സ് വെച്ചിട്ട് മനസ്സിലാക്കുക നമുക്ക് എന്താണ് വേണ്ടത്? LCM ആണ് വേണ്ടത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സിങ്കിങ് ആണ്. ഓക്കെ, ഫ്യൂച്ചറിൽ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ഒരുമിച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ വാക്കുകൾ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ കീ വേർഡ്സ് ആണ്. അത് മനസ്സിലാക്കുക. ഇത് എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്? LCM വേണം ഇതിൽ ഫൈൻഡ് ചെയ്യാൻ. ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സിങ്ക് എന്നുള്ള ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക. റിപ്പീറ്റ് ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു സിങ്കിങ് സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ പോയിന്റ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 12 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് ആൻഡ് 20 മിനിറ്റ്സ് അല്ലേ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാം. 2 times 6, so 15 പോയില്ല. 2 10s 20. ശരി, നമുക്ക് 3 എടുക്കാം. 3 2s are 6, 3 5s are 15. ഒരു രക്ഷയില്ല, 10 ആണ്. അതുപോലെ എഴുതുക. അടുത്ത 5 ചൂസ് ചെയ്യാം. 5 1s are 5, 5 2s are 10. ഓക്കെ, 2 ചൂസ് ചെയ്യാം. 2 1s are 2, 2 1s are 2. ഫൈൻ. അപ്പം നമ്മുടെ LCM നമുക്കിവിടെ കിട്ടി. LCM എന്ന് പറയുന്നത് 2 into 3 into 5 into 2, അതായത് 6 into 10 which is equal to 60. അപ്പൊ എന്താണ് കിട്ടുന്നത്? LCM നമുക്ക് 68 കിട്ടി അല്ലേ? നമുക്കിത് ഇതെല്ലാം മിനിറ്റ്സിലാണ് അല്ലേ? ഈ ടൈം എല്ലാം പോയിക്കുന്നത് എന്താണ്? മിനിറ്റ്സിലാണ്. അപ്പൊ ഇത് നമുക്ക് എന്താണ്? 60 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? 60 മിനിറ്റ്സ്, ബിക്കോസ് എല്ലാ വാല്യൂവും മിനിറ്റ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ 60 മിനിറ്റ്സ്, അതിന്റെ അർത്ഥം എന്താണ്? 8 AM ഒരുമിച്ച് റിങ് ചെയ്ത ആൾക്കാരാണിത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? 60 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. 60 ആണ് നമ്മുടെ LCM. അതായത് 60 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ സെയിം റിങ്ങിങ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ 8 AM നടന്ന റിങ്ങിങ് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്ലസ് 60 മിനിറ്റ്സ്, അതായത് 1 അവർ ആണല്ലേ? 1 അവർ കഴിയുമ്പോൾ 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1 അവർ ആണ്. 1 അവർ കഴിയുമ്പോഴാണ് അവർ അഗെയിൻ എന്ത് ചെയ്യാൻ പോകുന്നത്? റിങ് ചെയ്യാൻ പോകുന്നത്. സോ 8 AM നിന്ന് നമുക്ക് എങ്ങോട്ട് ചാടാം? 9 AM അല്ലേ? 9 AM ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവര് ഒന്നും കൂടി റിങ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 numbers have HCF 8. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? 2 നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട് 8 ആൻഡ് LCM 48. ഓക്കെ, LCMവും തന്നിട്ടുണ്ട് 48. 1 number is 24. ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ 1 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 24. ഫൈൻഡ് ദ അതർ നമ്പർ. നമുക്ക് സെക്കൻഡ് നമ്പർ അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഫൈൻ. ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫോർമുല? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു. HCFന്റെയും LCMന്റെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതും പ്രോഡക്റ്റ് ഓഫ് ഈ 2 നമ്പേഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ LCM into HCF is equal to product of 2 numbers. സിമ്പിൾ. അപ്പൊ HCF എത്രയാണ്? 8 ആണ്. LCM എന്ന് പറയുന്നത് 48 ആണ്. നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്? N1 ഉം N2. N1 നമുക്കറിയാം 24, N2 നമുക്ക് അറിയില്ല. സോ N2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സിമ്പിൾ അല്ലേ? 24 ഇപ്പുറത്ത് വരുന്നു, ഡിവിഷൻ ആവുന്നു. സോ N2 എങ്ങനെയാണ് ചെയ്യുന്നത്? 8 into 48 divided by 24. സിമ്പിൾ. which is equal to 8 into 24. 2 times ആണ് എന്ത് വരുന്നത്? 48 കിട്ടുന്നത്. സോ 8 into 2 which is equal to 16. അപ്പോൾ 16 ആണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. സിമ്പിൾ.